ഓക്കെ. ഇത് 2021 ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ജോസഫ് ആണെങ്കിൽ പുള്ളിയുടെ സമ്പാദ്യം 5,252,500 രൂപയാണ്. അത് പുള്ളിയുടെ രണ്ട് മക്കൾക്കായിട്ട് വീതിച്ചു കൊടുക്കുകയാണ്. ഒന്നാമത്തെ ആൾക്ക് 15 വയസ്സുണ്ട്, രണ്ടാമത്തെ ആൾക്ക് 16 വയസ്സുണ്ട്. ഇത് എങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സാവുമ്പോൾ രണ്ടുപേർക്കും ഈക്വൽ എമൗണ്ട് കിട്ടുന്ന രീതി ഒരു സെറ്റപ്പിലാണ് പുള്ളി അത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ബാങ്കിൽ കൊടുത്തിരിക്കുന്നത് 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിരക്കിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇളയ മോക്ക് എത്ര രൂപയാണ് കൊടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാദ്യം നമ്മൾ ഇതിന്റെ ബേസ് അറിയണം. ആക്ച്വലി ഇത് ഷോർട്ട് കട്ട് ഭയങ്കര എളുപ്പമാണ്. ബേസ് അറിയാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇളയാള് 15 വയസ്സാണ്. 18 വയസ്സാകുമ്പോഴാണ് കിട്ടുന്നത്. അതായത് ഇളയാൾക്ക് 3 വർഷം കഴിയുമ്പോഴാണ് ആ ഒരു എമൗണ്ട് കിട്ടും. മൂത്ത ആൾക്കാണെങ്കിൽ 16 വയസ്സാണ്, 18 വയസ്സാകുമ്പോഴാണ് കിട്ടുന്നത്. 2 വർഷം കഴിയുമ്പോഴാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 52,500 രൂപയാണ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ എടുക്കുകയാണ്. ഓക്കെ, ആദ്യം തിയറി സെക്ഷൻ കാണിച്ചു തരാം, പിന്നെ ഷോർട്ട് കട്ട്. ഞാൻ എക്സും വൈയും രണ്ട് എമൗണ്ട് ആയിട്ട് എടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സും വൈയും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എക്സ് ഇളയാൾക്ക്, വൈ മൂത്താൾക്ക്. എക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നതെങ്കിൽ എനിക്ക് അത് 2 വർഷം കഴിയുമ്പോൾ പലിശയും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യണം? എനിക്ക് എമൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടണം. 2 വർഷം 3 വർഷം കഴിയുമ്പോൾ, കാരണം ഇളയാളല്ലേ, 3 വർഷം വേണം. അത് എന്ത് ചെയ്യാം? മൂത്ത ആൾക്ക് 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ടിന് ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ, അതായത് ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട് കിട്ടുന്ന എമൗണ്ട്, അല്ലാതെ അവർ ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുമല്ല. ഓക്കെ, എക്സും വൈയും ആയിട്ട് എടുത്തു. 3 വർഷം കഴിയുമ്പോൾ മറ്റേ ആദ്യത്തെ ഇളയാൾക്ക് കിട്ടും, 2 വർഷം കഴിയുമ്പോൾ മൂത്താൾക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യുക? കട്ട് ചെയ്യാമെന്നല്ല, കട്ട് ചെയ്ത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ എക്സ് ബൈ വൈൻ്റെ വാല്യൂ നമുക്ക് എത്ര വരും? ഈ ഒരു 1 എന്ത് വരും? 1/10/100, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 10/11 എന്ന് പറയാം. അല്ലെങ്കിൽ 100/110 കിട്ടും, 10/11. ഓക്കെ, ഈ ഒരു റേഷ്യോയിലായിരിക്കും എമൗണ്ട് വീതിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ 21 യൂണിറ്റ് ആണ് ടോട്ടൽ. 21 യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? എക്സ് പ്ലസ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 52,500. അങ്ങനെയാണെങ്കിൽ 100 എത്രയായിരിക്കും? അല്ല, 10 യൂണിറ്റ് എത്രയായിരിക്കും? 10 ഇളയാക്കി കിട്ടിയത് അല്ലേ? 2 പ്രാവശ്യം പോകും, 42. അതുപോലെ എത്ര വരും? 105 വരും, 25. സോ 25,000 രൂപ ആയിരിക്കും ആർക്ക് കിട്ടിയത്? നമ്മുടെ ഇളയാക്ക് കിട്ടിയത്. ഇങ്ങനെയാണ് നോർമലായിട്ട് ചെയ്യേണ്ടത്. ഇനി ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഷോർട്ട് കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് വരുന്നത്. അതായത് ഇവിടെ ചെയ്തിരിക്കുന്ന സാധനം ഞാൻ ചുമ്മാ എടുത്ത് എഴുതുക. ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. എക്സും ഉണ്ട്, വൈയും ഉണ്ട്. ഓക്കെ, എക്സും ഉണ്ട്, വൈയും ഉണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. ഓക്കെ, ഇളയ ആൾക്ക് നമ്മൾ എമൗണ്ട് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അങ്ങേർക്ക്, ആ ഇളയ ആൾക്ക് 3 വർഷമാണ് ആ പൈസ ഇരിക്കുന്നത്. ആ പൈസയും കൂടി കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും? ഭയങ്കര കൂടുതലായിരിക്കും. ഇൻട്രസ്റ്റും കൂടി കഴിഞ്ഞ് കൂടുതൽ കിട്ടും. അതായത് ഞാൻ ഒരു 100 രൂപേനും കൊടുത്ത് 10 രൂപ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇളയാൾക്ക് 100 കൊടുത്തു കഴിഞ്ഞാൽ 100 പിന്നെ കൂടി 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 നല്ല രീതിക്ക് പോകും. കാരണം 3 വർഷം കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും. ഇതാണെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ഇളയാൾക്ക് കുറവ് എമൗണ്ട് ആയിരിക്കും. കാരണം 3 വർഷം അവിടെ പലിശ കിട്ടത്തില്ല. ഇവനാണെങ്കിൽ കൂടുതലായിരിക്കും. അത് ഓർക്കുക. ഇനി എന്താ ചെയ്യാം? നമുക്ക് 10% പറഞ്ഞിരിക്കുന്നത്. 10% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എടുക്കാം, 1/10. ഓക്കെ, ഇനി വേറൊന്നുമില്ല. ഇതിൽ 10 എന്ന് പറയുന്നത് ഇളയാൾക്കായിരിക്കും. 10+1 11 മൂത്ത ആൾക്കായിരിക്കും. ഓക്കെ, ഇനി ഇവർ തമ്മിൽ എത്ര വർഷത്തിന്റെ ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കുക. 3ഉം 2ഉം 1 വർഷം. 1 വർഷം ആയതുകൊണ്ട് പവർ എഴുതുക, ഒരു പവർ എഴുതുക. എത്ര വരും? 10/11. സപ്പോസ് 2 ആണെങ്കിൽ എന്ത് ചെയ്തേനെ? 100 121 തന്നെ. സോ 21 യൂണിറ്റ് ആണ് ഈ പറയുന്ന 52,500. ഒരു യൂണിറ്റ് എത്ര വരും? ഒരു യൂണിറ്റ് 22,500. സോ
10 യൂണിറ്റ് എത്ര വരും? 25,000. അത്രേ ഉള്ളൂ.